ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ധാരാളം മെസ്സേജ്. സാറേ, പലരും വീക്കിലി അനലിസിസ് ഇറക്കി കഴിഞ്ഞു, സാറിൻ്റെതിനും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ആദിയോടാദി ഇല്ലേ? ഈ ആദിയോടാദി ആർക്കാന്ന് വെച്ചാൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ആദിയോടാദി. ഓക്കെ, എന്തായാലും നമുക്ക് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞു നിർത്തിയുള്ളൂ. അത് അറം പറ്റിയ പോലെ ആയിപ്പോയി എന്ന് എനിക്ക് പിന്നെ തോന്നി. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നില്ല. വിചാരിച്ച രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നു. സന്തോഷം സാറേ, സാറ് ദൈവമാണ് സാറേ എന്നെ നേരെ അടുത്ത് സാറേ വിളിച്ച് ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിന് ഒരു മറുവശം കൂടെ ഉണ്ട്. മാർക്കറ്റിന് ഒരു ക്രൂരമുഖമുണ്ട്. ആ ക്രൂരമുഖത്തിന് നിങ്ങൾ ഇരയായി പോകരുത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അത് അറം പറ്റിയ വാക്കുപോലെ ആയി പോയോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. അപ്പം കഴിഞ്ഞ രണ്ട് ദിവസവും മാർക്കറ്റിൻ്റെ നമ്മൾ വിചാരിച്ചതിനെ എതിരായിട്ടുള്ള കാരണം സാഹചര്യങ്ങളും ഡേറ്റകളും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കണം. കാരണം ഏഷ്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും എല്ലാം അതാണ് കാണിക്കുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബൈ മൊമെൻറ്റം അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരിക്കലും ഒരു ബൈ മൊമെൻറ്റം അല്ല, മറിച്ച് ഒരു ഷോർട്ട് കവറിങ് ആണ് അവിടെ നടന്നത്. കാരണം അവർ പൊസിഷൻ ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ് HDFC ബാങ്കും റിലയൻസും ICICI ബാങ്കും. ഇവർ 3 പേര് 1, 2, 3 ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കുകളിൽ നടന്ന ഒരു ഷോർട്ട് കവറിങ് റാലിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലോട്ട് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിന് വലിയ രീതിയിലുള്ള ബൈ നടത്തിയതായിട്ടൊന്നും നമ്മൾ ക്യാഷ് മാർക്കറ്റിൽ കാണുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കഴിഞ്ഞ് കഴിയുമ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നു. റിലയൻസിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു നല്ല റിസൾട്ടാണ്, റിസൾട്ടാണ്. അവരുടെ റീറ്റെയിൽ സൈഡ് മാത്രമേ ഉള്ളൂ കുറച്ച് വീക്ക്നെസ്, ബാക്കി സൈഡെല്ലാം നല്ല റിസൾട്ടാണ്. നമ്മൾ HDFC നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ഫ്ലോപ്പാണ്. അതായത് വിചാരിച്ച അനലിസ്റ്റുകൾ വിചാരിച്ചതിനേക്കാളും അവർ എക്സ്പെക്റ്റേഷനേക്കാളും വളരെ താഴെയാണ് അവരുടെ HDFCയുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും കുറഞ്ഞു, അവരുടെ NPA കൂടുതലാണ്. പല പ്രശ്നങ്ങൾ HDFC ബാങ്കിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് HDFC ബാങ്കിന് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അടുത്ത കാര്യം റിലയൻസ് ആണ്. റിലയൻസ് നല്ല റിസൾട്ടാണ്, പക്ഷേ ആ റിസൾട്ടിനോട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പലപ്പോഴും നല്ല റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ആ സ്റ്റോക്കുകൾ പൊട്ടി താഴെ പോകുന്ന നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ICICIയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടാണ്. പക്ഷെങ്കിൽ ICICI നമ്മൾ നോക്കുന്ന ഉടനെ ICICI ഓൾ ടൈം 52 വീക്ക് ഹൈയിലാണ് ICICI ബാങ്ക് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ പോകുന്നത് ICICI ബാങ്കിലായിരിക്കും. പിന്നെ അവിടെ നിന്ന് നല്ലൊരു ബൈ മൊമെൻറ്റം വന്ന റാലി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം 52 വീക്ക് ഹൈയിലാണ്. നമ്മളതിന് ഒരു പൂർവ്വ ചരിത്രം ICICI ബാങ്കിൻ്റെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതുപോലെ റിസൾട്ടുകൾ വന്നതിന് ശേഷം മാർക്കറ്റ് ആ സ്റ്റോക്ക് പൊട്ടി പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത കോട്ടക് ബാങ്കാണ്. കോട്ടക് ബാങ്ക് പൊട്ടി പാളീസായി എന്നാണ് അതായത് വളരെ മോശം റിസൾട്ടാണ് കോട്ടക് ബാങ്ക്. അതൊരു കോട്ടക് ബാങ്ക് നാളെ പൊട്ടുന്നുള്ള കാര്യത്തിൽ അത് യാതൊരു തർക്കവും ഇല്ല. പിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടുകൾ നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഇത്രയും ജയൻസിൻ്റെ റിസൾട്ടാണ് മാർക്കറ്റിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഇനി നാളെ മാർക്കറ്റിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. അതായത് റിസൾട്ട് ഓറിയൻറ്റഡായിട്ട് ഇത് പ്രതികരിക്കുമോ, അതോ റിസൾട്ട് പ്ലസ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വളരെയധികം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അപ്പം നാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിലൊന്നും പറയാൻ പറ്റത്തില്ല. റിയലായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നാളെ ഇന്ന് രാത്രി കഴിഞ്ഞതിന് ശേഷം 2 മണി 3 മണി കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ US ഫ്യൂച്ചർ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഒരു മുന്നോട്ടുള്ള ഗമനം മാർക്കറ്റിന് എങ്ങനെയാണെന്ന് പറയാം. അല്ല ചുമ്മാതെ വെറുതെ എന്തെങ്കിലും വായി തോന്നി നാളെ ഗ്യാപ്പ് ഡൗൺ ആണ് ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ക്രൂഡ് മുകളിലാണ്. ക്രൂഡ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഓഫ്ലൈൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓഫ്ലൈൻ മാർക്കറ്റിൽ ഏകദേശം $83 ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഗ്ലോബലി പ്രശ്നമുണ്ട്, അടി നല്ല സിവിയറായിട്ട് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, US-ൻ്റെ 2-3 സോൾജേഴ്സ് കൊല്ലപ്പെട്ടു ജോർദാനിലുള്ള ഇന്നലത്തെ ആക്രമണത്തിന്. അതിൽ പിന്നെ 2-3 സോൾജേഴ്സ് കൊല്ലപ്പെട്ടു, ആരാണ്ട് കുറച്ചുപേരെ കാണാതായി എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പം ഇത് കൂടുതൽ കലിപ്പ് ട്രംപിന് വരുത്തിയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഇൻറ്റൻസീവായിട്ടുള്ള നല്ല അടി അവരങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതിന് പിന്നെ പ്രതികാരം എന്നോണം മിഡിൽ ഈസ്റ്റിലാണ് ഇറാൻ നല്ലപോലെ അടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ അറിയാവുന്ന സംഗതികളാണ്. അപ്പോൾ ഇനിയും നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ നിലവിൽ അറിയത്തില്ല. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ. നിലവിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ശരി, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ഈ ഗതിയിൽ മാർക്കറ്റ് പോയത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാതെ വേറെ യാതൊരു രക്ഷയില്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിലി അനലിസിസ് ചെയ്യുന്നതിനകത്ത് യാതൊരു ഒരർത്ഥവുമില്ല. കാരണം നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുക. കാരണം 2 ദിവസവും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത് മുന്നേ കണക്ക് കൂട്ടി, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പ്രതികരിച്ചത്. അപ്പം രാവിലെ എന്തായാലും ഗ്രൂപ്പിലൊരു വോയിസ് ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ ഒരു ഡെയിലി വ്യൂയിലോട്ട് പോകാം. ഡെയിലി വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു വലിയ ക്യാൻഡിലിനെ ഇതിനകത്ത് വയറ്റിലാതിനാണ് ഈ കടന്ന ചെറിയ ക്യാൻഡിലെല്ലാം എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് ബ്രേക്ക് ചെയ്തു അല്ലേ? ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം ഈ ഏരിയയിൽ വരുമ്പം മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട്, ഇവിടെ മാത്രം ചെറുതായിട്ട് മുകളിലോട്ട് പോയിട്ട് പിന്നെ അത് താഴോട്ട് വന്നു, പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് വന്നു. അങ്ങനെ ഈ ഏരിയയിൽ എത്തുമ്പോഴെല്ലാം ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമ്മളിവിടെ കാണാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ നാളെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടല്ല. ചിലപ്പം ഇവിടെ ഈ പഴയ സെറ്റപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. നാളെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നേരെ തിരിച്ച് 24,079 ആ റേഞ്ചിൽ, 24,080 നമുക്കൊരു റേഞ്ച് ഉണ്ട് അവിടെ. ആ റേഞ്ചിലോട്ട് ഒരു പക്ഷെങ്കിൽ ഇറങ്ങി വരാം. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞോളൂ. ഇനിയല്ല, നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ 24,593 പറയുന്ന ഈ ഒരു ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് കൺഫർമേഷൻ, നമുക്കൊരു ഡേ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു ബുള്ളിഷ് കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജയൻസിൻ്റെ എല്ലാം റിസൾട്ടുകൾ വന്നെന്ന് പറയും. പിന്നെ അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് റിലയൻസ് ആണ്. റിലയൻസിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ഇപ്പം നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, റിലയൻസിൻ്റെ ലെവലുകളൊക്കെ. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1297 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. അത് പല പ്രാവശ്യം വന്ന് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ചും റിലയൻസ് മേലോട്ട് പോയി. ഇനിയിപ്പം നമുക്ക് 1323 എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെ നമുക്ക് ഒരു സ്റ്റോപ്പ് ഉള്ളത് 1397 ഓക്കെ, അപ്പോൾ നിങ്ങൾ റിലയൻസിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലത്തെ നാളത്തെ മൊമെൻറ്റത്തിലും, നാളത്തെ മാർക്കറ്റിൻ്റെ മൊമെൻറ്റും എങ്ങോട്ടാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ റിലയൻസിനെ കൂടി ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് എങ്ങോട്ടാണ്? റിലയൻസ് ഒരു ബുള്ളിഷ് മോഡിലാണെന്നുണ്ടെങ്കിൽ, HDFC പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അല്ല, HDFC ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വലുതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ചെറുതായിട്ട് ന്യൂട്രലായിട്ട്, ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ന്യൂട്രലായിട്ട് നിൽക്കുകയും HDFC താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരും. അതുപോലെ ITകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം HDFC ബാങ്കിനാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. HDFC ബാങ്കും IT സെക്ടറും, TCS. ഓക്കെ, അപ്പോൾ ഇവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു, HDFC ബാങ്കിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, IT സെക്ടറിനെ ശ്രദ്ധിക്കുക. ഇവർ 3 പേരും കൂടെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റി താഴെ വരും. അപ്പോൾ തന്നെ റിലയൻസ് ന്യൂട്രലായിട്ടോ അല്ലെ പതുക്കെ അല്ലെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആകേണ്ട കാര്യമില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകത്തില്ല. അതേസമയം ICICI ബാങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഡേ ക്യാൻഡിൽ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാ നോക്കിക്കേ, ഒരു റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പം ICICI ബാങ്ക് നിൽക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ വര കണ്ടാൽ മനസ്സിലാവും. പല പ്രാവശ്യവും ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ പോയിന്റിലാണ് ഇന്നലെ ICICI ബാങ്ക് ഡേ വൈസിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ പല പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ റിസൾട്ടിൻ്റെ ദിവസമാണ്. റിസൾട്ട് ദിവസമൊക്കെ നല്ലൊരു ഡൗൺ ട്രെൻഡാണ് ഇവിടെ കണ്ടിരുന്നത്. എപ്പോഴൊക്കെ നമ്മൾ റിസൾട്ട് ഉണ്ട്. ഈ ഒരെണ്ണം ബുള്ളിഷാണ്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് ICICI ബാങ്കിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. മാത്രമല്ല ഒരു റെസിസ്റ്റൻസ് സോൺ നിൽക്കുകയാണ്. അല്ല ഇതിൻ്റെ മുകളിൽ നാളെ ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഇത്രയും ഒരു കൊടിമരം പോലെ പോയത് ഒരു പക്ഷെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഈ നാളെ ട്രേഡ് ചെയ്യുന്നവർ റിലയൻസ് ശ്രദ്ധിക്കുക. HDFC ബാങ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. HDFC ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേ വൈസിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉള്ളത് 843 ഇപ്പോൾ നിൽക്കുന്നത് 819. മാർക്കറ്റ് നാളെ 794 താഴെ പോവുകയാണെങ്കിൽ 794 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സോണിലെത്തും. മാർക്കറ്റ് 781 729 എന്നുള്ള സോണിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HDFC ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് HDFC ബാങ്കിന് നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ ട്രേഡ് ചെയ്യുന്നവർ HDFC ബാങ്ക്, IT സെക്ടർ, ഇവർ രണ്ടുപേരെ നോക്കുക. പ്ലസ് റിലയൻസിനെ വിട്ടേരെ. പ്ലസ് നിങ്ങൾ ICICI ബാങ്കിൻ്റെ പെർഫോമൻസ് അങ്ങനെ നോക്കുക. ICICI ബാങ്ക് കൂടെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുകയോ പുതിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണെങ്കിൽ മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇത്രയാണ് നിലവിൽ നമുക്ക് പറയാനുള്ളത്. ഇനി 5 മിനിറ്റിൻ്റെ ഇൻട്രാഡേ നമുക്ക് നാളത്തേക്ക് ഒന്നും നിലവിൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്താ പറയണ്ടേ എന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോളോട്ടൊരു സെറ്റപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 24,376 കടക്കണം. 24,376 കടന്ന് മേലോട്ട് സസ്റ്റെയിൻ ചെയ്ത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരം ഈ 24,376 കടന്ന് സസ്റ്റെയിൻ ചെയ്യണം. 30 മിനിറ്റ് നേരം അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് മാർക്കറ്റ് വീണ്ടും താഴോട്ട് നമ്മുടെ ബോക്സോടെ കിടപ്പുണ്ട്. ആ ബോക്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. മാർക്കറ്റ് ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കഥകൾ ഞാൻ പറയണറിയില്ല. വീണ്ടും ആവർത്തന രസമുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഈ വരകളൊക്കെ മായ്ച്ചു കളയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും നാളെ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നമുക്ക് എടുത്ത് കളയാം. എന്തായാലും 24,143 ഈ 24,143 കടന്ന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് ഈ 24,009 സോണിൽ കിടന്ന് കളിക്കാനുള്ള സാധ്യതയാണല്ലോ. ഇപ്പോൾ ഇത്ര തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. കാരണം വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കഥയില്ല. നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ മാർക്കറ്റിനെ പറ്റി കിട്ടുന്നത് നാളെ. കാരണം ഗ്ലോബലി ഇറാനും അമേരിക്ക നമ്മളുടെ അടി നല്ല ശരിക്കും ഒരു സിവിയർ മോഡിൽ എത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനന്തരഫലം മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ അതുകൊണ്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ. ലെവലുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വേറെ കൂടുതൽ ഞാൻ ഗ്യാപ്പ് ഡൗൺ ആണ് ഗ്യാപ്പ് അപ്പ് ആണെന്ന് ഒന്നും പറയുന്നില്ല. അത് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം പറയാനും പറ്റത്തില്ല, പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല താനും. ബാക്കി ലെവലുകളെ പറ്റി ഒന്നും തൽക്കാലം ഞാനിത് പറയുന്നില്ല. ഇനി അഥവാ എനിക്കിതിൻ്റെ കൂടെ തന്നെ മിഡ് ക്യാപ്പിനെ പറ്റി കൂടെ ഒരു വാക്ക് പറയാനുണ്ട്. മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം കഴിഞ്ഞ ദിവസം നിഫ്റ്റി നല്ലപോലെ റാലി ചെയ്തിട്ടും മിഡ് ക്യാപ്പ് താഴോട്ടായിരുന്നു അല്ലേ. അപ്പം നാളെ ഈ മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിഡ് ക്യാപ്പ് ആയിരിക്കും ആദ്യം താഴെ വീഴാൻ പോകുന്നത്. അതുകൊണ്ട് മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീക്കിലാൻസിൽ എനിക്ക് പറയാൻ. എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഗ്രൂപ്പിൽ പറയാം. ഇല്ല സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ ഞാനൊരു വീഡിയോ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മാർക്കറ്റിൻ്റെ ക്രൂരമുഖം നിങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകാതെ സൂക്ഷിക്കാൻ കൂടി ശ്രമിക്കുക. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ആർക്കും അത്ര അങ്ങോട്ട് സുഖിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ റിയാലിറ്റി ഇതാണ്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ചുമ്മാതെ എന്തെങ്കിലും പ്രകാശനത്തിന് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിവേ എന്തായാലും രാവിലെ നമുക്ക് കാണാം മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റിൻ്റെ ബിഹേവിങ്സ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അടുത്തൊരു തീരുമാനത്തിലോട്ട് നമുക്ക് എത്താം. ഓക്കെ, താങ്ക് യു.